സ്വന്തം തള്ളെ വിറ്റ് കാശാക്കരുത് തെണ്ടി എന്ന് കൃത്യമായിട്ട് എഴുതി അയച്ചു അവൻ. അപ്പം ഞാൻ പറഞ്ഞു, മലയാളികൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മലയാളികളുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച കഥാപാത്രം അമ്മയായിരുന്നു. ഞാൻ യഥാർത്ഥത്തിൽ ഈ ടെലിവിഷനിൽ വരുന്ന സമയത്ത് തന്നെ അമ്മ മരിച്ചുപോയി. അവനൊരു ഓട്ടിസം കുട്ടിയാണ്. അപ്പോൾ അമ്മയാണെങ്കിൽ അമ്മയ്ക്ക് പാർക്കിൻസൺ ഡിസീസ് ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു ചരിത്രം എന്താണെന്ന് ചോദിച്ചാൽ, ഇവരുടെ ആദ്യ ഹസ്ബൻഡും അവരുടെ മകനും ടെലിവിഷനിൽ കാണുന്ന ആൾക്കാരുടെ വർഗീയത അവർ ഫിക്സ് ചെയ്യുന്നത് അവരുടെ പേരിലാണ്. അപ്പോൾ ഇത് എനിക്കൊരു പ്രശ്നമായി തോന്നി. അപ്പോൾ ഞാൻ ഈ ന്യൂസിൽ ഇറങ്ങിയപ്പോഴേ പേര് SK എന്നങ്ങ് ചുരുങ്ങി. അത് വലിയ രസമാണ്. തിരുവനന്തപുരത്ത് നമ്മുടെ ന്യൂസിൻ്റെ ഓഫീസിൽ ആയിരിക്കുമ്പോഴേ ഒരു 19 വയസ്സുള്ളൊരു കുട്ടി വഴിയെ പോയപ്പം SK അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അവിടെ നിന്ന് SK കുട്ടി ആരെ കുട്ടി ഇഷ്ടപ്പെട്ടില്ല. SK അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അകത്തുണ്ടോന്ന് പറഞ്ഞു. ഇങ്ങോട്ട് SK. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ കാണൂലേ, SK ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വന്ന് പക്ഷേ ഞാൻ പറഞ്ഞു, നമ്മളെവിടെ ഒന്നിച്ച് പഠിച്ചേ. അപ്പോൾ ആ കുട്ടിക്ക് ഭയങ്കര അതോടെ ഈ SK എന്നുള്ള പേര്, ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ അച്ഛനും നല്ല ഫസ്റ്റ് ക്ലാസ് ഒരു പേരൊക്കെ കിട്ടുന്നതാണ്, പഴയ പ്രതാപമൊക്കെ വെച്ച് അത് ചുരുക്കി. അപ്പോൾ അതും കൂടെ ആയപ്പോൾ ഇത് ന്യൂസിന് സുഖമായി. പിന്നെ ഇതിനകത്ത് ന്യൂസിൽ വേറൊരു മാറ്റം കൊണ്ടുവരാൻ പറഞ്ഞതറിയോ, നമുക്ക് പറയാനുള്ള എന്താ വെച്ചാൽ തെളിച്ചങ്ങ് പറയുക, നല്ല ക്ലാരിറ്റിയോടെ അങ്ങ് പറയുക. അതായിരുന്നു അതിൻ്റെ ഏറ്റവും സുഖം നൽകുന്നത്. പിന്നെ രേഖ ഒരു മലയാള ടെലിവിഷനിൽ ഒരുപക്ഷെ ഏറ്റവും വലിയൊരു പരിഷ്കാരം 24 കൊണ്ടുവന്നത് എന്തറിയുമോ, അതെനിക്കൊരു സംശയമുള്ളൊരു കാര്യമായിരുന്നു. അത് തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടിങ്ങിൻ്റെ ദിവസം വോട്ടിങ്ങിനകത്തൂടെ ഹ്യൂമർ കയറ്റി വിടുക. എന്ന് വെച്ചാൽ ആൾക്കാർ, ഞാൻ, വിജയകുമാർ, ആഷ്മി, അതുപോലെ ചിലപ്പം നേരത്തെ അരുണും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരോട് ഒരു സംഘമായിട്ട് ത്രിമൂർത്തികളായിട്ടൊന്ന് ഒരു രാവിലെ 5 മണിക്ക് 7 മണിക്കൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് ഈ എല്ലാ ഇലക്ഷൻ വന്ന് പോകുന്നവരെ യഥാർത്ഥത്തിൽ യൂട്യൂബിൽ റെക്കോർഡുണ്ടായി. അതായത് ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ നടന്നപ്പം 6 ലക്ഷം ആൾക്കാരാണ് ലൈവായിട്ട് കണ്ടത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരങ്ങ് നിൽക്കുക, അവർ പോകുന്നില്ല, അവരങ്ങ് നിൽക്കുക. നിന്ന് എന്നോട് യൂട്യൂബുകാർ പറഞ്ഞതേ ഇങ്ങനെയൊന്നും നിൽക്കാറില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ തമാശ പരസ്പരം വളിപ്പിക്കുക. അപ്പോൾ ജഗദീശ്വരെ കണ്ടുമുട്ടുമ്പോൾ എന്തൊക്കെ തോന്നുന്നു. അതുപോലെ വിജയകുമാർ എന്നൊരു സാധു മനുഷ്യൻ നമ്മളവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിജയകുമാർ, അപ്പം ആദ്യമൊക്കെ വിജയകുമാറിന് എനിക്ക് തോന്നുന്നത് ഒരു ഈസിനെസ് ഉണ്ടായിരുന്നു. ഞാൻ ഈ തമാശയൊക്കെ പറയും. വിജയകുമാർ ഒരു സീരിയസ് റിപ്പോർട്ടറാണ്. നമ്മുടെ ചാനലിൽ നല്ല റിപ്പോർട്ടേഴ്സിൽ ഒരാളാണ് പുള്ളി. അപ്പോൾ ഇപ്പോൾ വിജയകുമാറിന് തമാശ ഇങ്ങോട്ട് പറഞ്ഞു തുടങ്ങി. പുള്ളിക്കൊരു മെറ്റമോർഫോസിസ് വന്നിരിക്കുന്നു. അങ്ങനെ പല ആളുകളും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പണ്ടൊക്കെ ഞാൻ മസിൽ പിടിച്ചങ്ങ് ഇരിക്കുമല്ലോ ഇങ്ങനെ. അപ്പം നമ്മൾ ചോദിക്കുക, നമ്മൾ പറയുന്നത് ശരിക്കും ഞങ്ങളുടെ നാട്ടിലൊക്കെ കൊട്ടാരക്കരയൊക്കെ ഈ കുഴക്കട്ടാന്ന് സാധനം ഏക്കറിയാം, അതെടുത്ത് വായിലിട്ട് ചിരിക്കുന്നുള്ളൂ തോന്നുന്നു എന്ന് പറയല്ലേ, അതുപോലെ അങ്ങ് ഇരിക്കും. അപ്പം നമ്മൾ ഇന്ന് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങിൽ പങ്കെടുത്തു. ഒറ്റ ചേഞ്ച് ഇല്ല കേട്ടോ. പേശിയൊക്കെ ഇങ്ങനെ നിൽക്കും. നമ്മൾ പിണറായി പങ്കെടുത്തിച്ച് പോയി എന്ന് നമ്മൾ പറയും. നമ്മൾ ആൾക്കാർ, സാധാരണ മനുഷ്യൻ സംസാരിക്കുന്ന എങ്ങനെയാണോ അവൻ്റെ ഭാഷയിൽ വാർത്ത കൊടുത്തതും അതുപോലെ ബിഹേവ് ചെയ്യാൻ ശ്രമിച്ചതും അവനോട് കള്ളങ്ങൾ പറയുന്നില്ല എന്നൊരു തോന്നൽ അവനുണ്ടാക്കിയതുമാണ് 24-ൻ്റെ നേട്ടം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം 24 പച്ച പിടിച്ചത്. പൊളിറ്റിക്സ് ഉണ്ടോ 24/7? ഒരു പൊളിറ്റിക്സും ഇല്ല. രേഖ, എനിക്ക് അതിനുള്ളൊരു ആഗ്രഹം പറയും. നമുക്കൊക്കെ അത്യാവശ്യം പഠിക്കുന്ന കാലത്തൊക്കെ പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കൊടിയൊക്കെ പറപ്പിച്ച ആളാണ്. അപ്പോൾ പിന്നീട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പിന്നെ പലരും നമ്മളെ നേതാക്കന്മാർ നിരാശപ്പെടുത്തി കളയുകയും ചെയ്തു കേട്ടോ പിൽക്കാലത്ത്. കാര്യം നമ്മൾ ഈ മാധ്യമത്തിൽ വന്നപ്പോഴാണ് മനസ്സിലായത് നമ്മൾ കണ്ടതൊന്നുമല്ല കാര്യം, നമ്മൾ കാണാത്തതാ കാര്യങ്ങൾ എന്ന് മനസ്സിലായി. അതെ, അത് നമ്മൾക്ക് മനസ്സിലായി. എന്ന് മാത്രമല്ല, ഞാൻ ഈ നമ്മൾ തമ്മിലും അത് അഡോപ്റ്റ് ചെയ്തിരുന്നു. അതായത് നമ്മുടെ ഫ്ലോറിലേക്ക് ഇറങ്ങുമ്പോൾ പല രാഷ്ട്രീയ കക്ഷികളിൽ വിശ്വസിക്കുന്ന ആളുകൾ നമുക്ക് മുന്നിലുണ്ട്. അവരാഗ്രഹിക്കുന്ന എന്താ, ഞങ്ങൾക്ക് വേണ്ടി നീ സംസാരിക്കണം, നീ ഞങ്ങളുടെ ശബ്ദമാണ്. അപ്പം നിനക്ക് വ്യക്തിപരമായിട്ട് രാഷ്ട്രീയമൊക്കെ ആവാം, പക്ഷെ നീ ഒരു ആങ്കറായിട്ട് നിൽക്കുമ്പോൾ അത് പാടാം. രേഖയ്ക്കും എനിക്കൊക്കെ ബാധകമാണ്. അപ്പം ഞാൻ അതുകൊണ്ട് ഒരു ന്യൂട്രാലിറ്റി, പോസിറ്റീവ് ന്യൂട്രലിസം എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്നും പറഞ്ഞ് പക്ഷപാതം ഉണ്ടെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ പക്ഷപാതമാവാം. അതുകൊണ്ട് ഒരു രാഷ്ട്രീയത്തിലില്ല. മാത്രം അങ്ങനൊരു സ്പേസും കേരളത്തിൻ്റെ രേഖ. കാരണം അറിയോ, ഇപ്പോൾ കൈരളി ഒരു പാർട്ടി ചാനലാണ്, ഒരു പാർട്ടി ഓർഗനാണ് അവർക്ക് ആ ചാനൽ. അപ്പോൾ കൈരളി ന്യൂസ് പാർട്ടിക്കാർ മാത്രം മുഴുവൻ കാണുകയാണെങ്കിൽ ഏറ്റവും വലിയ ഹിറ്റായനെ. അപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ ഇയാൾ സ്വതന്ത്രനാണ്. അപ്പോൾ അയാൾക്ക് ഇഷ്ടമുള്ള ചാനൽ കാണാം. അവിടെ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കത്തയച്ചുകൊണ്ട് കാര്യമില്ല, അയാൾ ഇഷ്ടമുള്ള ഇത് കാണും. അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ രാഷ്ട്രീയത്തിനപ്പുറം നമുക്ക് കടന്നു പോകണം. രാഷ്ട്രീയം ഉദ്ദേശിച്ച കക്ഷി രാഷ്ട്രീയം, അതിനപ്പുറം കടന്നു പോകാനുള്ളൊരു നിലപാടാണ് 24. അത് ഇനി അങ്ങനെയുള്ളൂ. കാരണം ഞാൻ വിചാരിക്കുന്നത്, നമ്മൾ കുറേ കാലം കഴിയുമ്പോൾ രേഖ ഇതൊക്കെ വിടുന്ന സമയത്ത് വഴി വെച്ചാൽ പിടിച്ചെത്തി പറയരുത്, ഇയാളൊരു വാർത്താ ചാനൽ നടത്തി ഞങ്ങളെ കൊല്ല ചെയ്ത ആളാ എന്ന് പറയരുത്. കേരളത്തിലുടനീളം ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മലയാളി ഉള്ള സ്ഥലത്ത് പോകുമ്പോൾ ആർക്കെങ്കിലും സാറിനെ മനസ്സിലാവാത്ത ഒരാളുണ്ടോ?
അതൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. അത് ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ പേര് തെറ്റി വിളിക്കും. പക്ഷേ എനിക്ക് ഒരു അനുഭവം ഉണ്ടായത് തിരൂര് മലക്കറി ചന്തയിൽ ഞാൻ കയറി ചെന്നു കേട്ടോ. ചെന്നപ്പോൾ ഒരു ഓട്ടോ ഓടി അവിടെ ഓടിയിട്ട് ഇയാൾ അകത്ത് പോയിട്ട് ഒരു അവിടെ കൊല കെട്ടിയിരിക്കുക. ആ കൊല അഴിച്ച് എനിക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നു. എനിക്കിന്ന് ഇരിക്കട്ടെ, ഒരു കൊല ഇരിക്കട്ടെ. അപ്പോൾ അതൊക്കെ ആൾക്കാരുടെ ഒരു ഇത്. ഞാനിപ്പോൾ ഉണ്ടല്ലോ രേഖ, ഞാനിപ്പോൾ ഈ അടുത്ത കാലം ഈ വീണ്ടും ഫ്ലവേഴ്സ് ഒരു കൂടി ആരംഭിച്ചു. രേഖയൊക്കെ അതിൽ വന്നല്ലോ. അപ്പോൾ എന്നെ സംസാരിപ്പിക്കാൻ സമ്മതിച്ചില്ല, എൻ്റെ വായടച്ച് കളഞ്ഞു. അപ്പോൾ ഈ അവിടെ വെച്ചിട്ട് ഒരു കുട്ടി തിരുവനന്തപുരത്തുള്ള സെൻറ് തോമസ് സ്കൂളിൽ ഒരു +2 വിദ്യാർത്ഥിയുടെ ഒരു കഥ ഇപ്പോൾ സോഷ്യൽ മീഡിയ വൈറലാണ്. ആ പയ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അനിയന് സുഖമില്ല, അവന് മറ്റേ ഇത് ബാധിച്ചിരിക്കുകയാണ്. എന്താണ് അല്ല രേഖ ഒന്നുകൂടെ പറഞ്ഞു കുട്ടികൾക്ക് സാറിന് ഇപ്പോൾ വരുന്ന അസുഖം മസിൽ അട്രോഫിയോ? അട്രോഫി അല്ല, ഷാജി എന്തായിരുന്നു? ഓട്ടിസം. അവനൊരു ഓട്ടിസം കുട്ടിയാണ്. അപ്പോൾ അമ്മയാണെങ്കിൽ അമ്മയ്ക്ക് പാർക്കിൻസൺ ഡിസീസ് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു ചരിത്രം എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ ആദ്യ ഹസ്ബൻഡും അവരുടെ മകനും ഒരു കൊല്ലത്ത് ഒരു കാറിൽ സഞ്ചരിക്കും. ഇവരായിരുന്നു കാർ ഡ്രൈവ് ചെയ്യുന്നത്. ആ വണ്ടി പോയി ഒരു ലോറിയിൽ ഇടിച്ചിട്ട് ഭർത്താവും കുട്ടിയും മരിച്ചുപോയി. അപ്പോൾ ഒരു 7 മാസത്തോളം എന്തോ അവർ കോമയിലായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 2ാം ജന്മം കിട്ടിയത് അവർക്ക്. അവർ പിന്നീട് കല്യാണം കഴിച്ചു. ആ ഭർത്താവ് മരിച്ചുപോയി. ഇവർക്ക് പാർക്കിൻസൺ ഡിസീസ് വന്നു. ഭയങ്കര ദുരന്തം പെയ്തിറങ്ങിയ ഒരു വീട്. 9 വയസ്സ് മുതൽ ഈ കുട്ടി, അവരുടെ മൂത്ത കുട്ടി, അപ്പോൾ ആദ്യം മരിച്ചുപോയ കുട്ടിയുടെ അതേ പേരാണ് ഈ രണ്ടാമത്തെ പേരുണ്ട്, നിഖിൽ എന്നാണ് അവൻ്റെ പേര്. നമ്മൾ ഈ അടുത്ത കാലം നമ്മളെ ഏറ്റവും വേദനിപ്പിച്ച ഒരാളാണ് ആ പയ്യൻ. അവന് 9 വയസ്സ് മുതൽ ഈ അനിയനും അമ്മയ്ക്കും ഭക്ഷണം വെച്ചു കൊടുക്കുക, അടുക്കളയിൽ എല്ലാ ജോലിയും ചെയ്തിട്ട് അവൻ സ്കൂളിൽ പോകുന്നു. അപ്പോൾ അവർ പറഞ്ഞൊരു വാചകം പറയാ, ലേഡി ഒരു കളിപ്പാട്ടം പോലും അവൻ വേണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല, എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ സത്യം പറഞ്ഞാൽ ഇപ്പോൾ വലിയ വൈറലാണ് അവർ. അപ്പോൾ ഈ പയ്യൻസ് പറഞ്ഞ ഒരു വാചകമാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. അവൻ പറഞ്ഞത്, എനിക്ക് എൻ്റെ അനിയനോട് ഭയങ്കര കലിയായിരുന്നു, കാരണം അവൻ കാരണമാണല്ലോ എനിക്കിതെല്ലാം എന്നുള്ളത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ സ്നേഹിക്കാൻ തുടങ്ങിയത്. ഇന്നിപ്പോൾ അവൻ്റെ എല്ലാ കാര്യം അവനെ ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്നതും കുളിപ്പിക്കുന്നതും എല്ലാ പണിയും അവനാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പണിയെല്ലാം അതിരാവിലെ ഉണർന്ന് ചെയ്തിട്ടാണ് അവൻ സ്കൂളിൽ പോകുന്നത്. അപ്പോൾ ഇവർക്ക് ഭക്ഷണം വയ്ക്കാനായിട്ട് ഇവൻ കുക്ക് ചെയ്ത് തുടങ്ങി. അങ്ങനെ ഇവർക്ക് വേണ്ടി ഭക്ഷണം വെച്ച് ഞാനിപ്പോൾ കുക്കിങ്ങിൽ എനിക്ക് വലിയ ടേസ്റ്റാണ് എന്ന് പറഞ്ഞു. അവൻ ഈ അടുത്ത കാലം സ്കൂളുകാർ പോലും തിരിച്ചറിയുന്നു. അപ്പോൾ അവർ എന്നെ ഇങ്ങനെ കാണുന്നു ഫ്ലോറിൽ വെച്ച്, ഈ ഇവൻ്റെ അമ്മ, കാര്യം അവർക്ക് പാർക്കിൻസൺ. എന്നിട്ട് അവരെൻ്റെ മുഖത്ത് നോക്കി കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു. എന്നിട്ട് പെട്ടെന്ന് കണ്ണങ്ങ് നിറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ അമ്മ കരയുന്നത് എന്ന് ചോദിച്ചു. ഞാൻ നിങ്ങളെ കാണാൻ ആഗ്രഹിച്ചിട്ട് എത്ര കാലമായെന്നറിയാമോ, എനിക്ക് കണ്ട് കൊതി തീരുന്നില്ല എന്നിവിടെ പിന്നെ എൻ്റെ മുഖത്ത് നോക്കി കുറേ നേരം ഇരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും തിളക്കമുള്ള 2 കണ്ണുകളത്. കാരണം ആ ഷോട്ടൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, ക്യാമറയോട് പറയാൻ പറ്റില്ല, കാരണം ഞാനും ഇത്തിരി ഇമോഷണലായി. ഇവരുടെ ഞാനത് പ്രതീക്ഷിച്ചില്ല, കാരണം അവർക്ക് കുറേ കാലമായിട്ട് ഇവിടെ ഇങ്ങനെ വരണമെന്ന് ആഗ്രഹിച്ച ഈ പ്രോഗ്രാമിൽ. അപ്പോൾ പക്ഷേ എൻ്റെ മകൻ്റെ ഈ ദുരന്തം വേണ്ടി വന്നു അതിന് എന്നവർ പറഞ്ഞു. ഇങ്ങനെയുള്ള ഒരുപാട് വിഷമങ്ങളാണ് നമ്മുടെ അതെ അതിനകത്ത് ഒരുപാട്. അപ്പോൾ ഇതൊക്കെ സാറിന് മനസ്സിലേക്ക് പിന്നെ അത് ചിലർ വിചാരിക്കുന്നില്ല ഇത് ഈ ആങ്കർ കല്ലോ മരമോ ആണെന്ന്. നമ്മളെന്ന് വെച്ചാൽ എല്ലാം ഇമോഷണലുള്ള ഒരാൾ ഒരു ദിവസം എന്നോട് ചോദിച്ചു, നിങ്ങളെ അലോസരപ്പെടുന്ന കുറേ യൂട്യൂബ് സന്ദേശം ഞങ്ങൾ എഴുതി അയക്കുമല്ലോ, അപ്പോൾ വിജയൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് യൂട്യൂബിൽ ശത്രുവുണ്ട്, പാവത്താനാ കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ ചൊറിയും. പുള്ളി ഒരു ചൊറിയുമ്പോഴൊക്കെ പുള്ളിക്ക് നല്ല റേഞ്ചുണ്ട്. അപ്പോൾ ഈ പുള്ളി എന്നോട് ഒരു ദിവസം ഒരു സംശയം ചോദിച്ചാണ്, ഞാനിങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ചൊറിയുമല്ലോ, അതുകൊണ്ട് അങ്ങേക്ക് ദേഷ്യം വരാറില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ ചൊറിയുന്നതാണ് ഇത് തണുത്ത് പോകാതിരിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്, അല്ലെ ഈ മോർണിംഗ് ഷോ തണുത്തു പോകും. ഞാൻ നിൻ്റെ ഒരു ചരിത്ര ദൗത്യമാണ്, നീ ചൂടുപിടിപ്പിക്കുക. അപ്പോൾ ഈ കക്ഷികളോടൊക്കെ നമുക്ക് വലിയൊരു ജിനീഷ് ജോൺ മാമ്പള്ളി എന്നൊക്കെ പറഞ്ഞൊരു കക്ഷിയുണ്ട് യൂട്യൂബിൽ. നമ്മൾ എഴുത്തുപെട്ടിയിലൊക്കെ ചില കത്തില്ലായിരുന്നു, റഷീദ് ചക്രപ്പാടം റേഡിയോ, അതുപോലെ 2 പേരാണ് ഇവർ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഇവരുടെ പ്രസൻസ് അതിശക്തമാണ്. പക്ഷേ എനിക്ക് കിട്ടിയ ജീവിതത്തിലൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നൊരു രേഖ, നമുക്കിപ്പോൾ എൻ്റെ ബാങ്ക് ബാലൻസൊക്കെ ഇൻകം ടാക്സ് ഒരിക്കൽ പരിശോധിച്ചു. അവർ ഞെട്ടിപ്പോയി. അവർ വിചാരിച്ചു ഞാനേതോ കള്ളപ്പയിൽ പൈസ ഇട്ടേക്ക് വന്നു. അവസാനം ആ കമ്മീഷണർ എന്നോട് പറഞ്ഞത്, ഞങ്ങളുടെ കയ്യിലുള്ള പൈസ എടുത്താൽ അക്കൗണ്ടിൽ ഇട്ടാലോ എന്ന് ആലോചിച്ചുണ്ട്. അപ്പോൾ ഈ പൈസയൊന്നുമല്ല, അതിനപ്പുറം നമ്മളുണ്ടല്ലോ ആൾക്കാരോട് നമ്മൾ കുറച്ചുകൂടെ അവരെ മനസ്സിലാക്കുക, അവരെ തിരിച്ചറിയുക. അപ്പോൾ നമ്മൾ ഈ 24 വരുത്തിക്കുന്ന മാറ്റം എന്താണെന്നറിയാം, കോവിഡ് കാലത്ത് നമ്മൾ ഭക്ഷണവും മരുന്നുമായിട്ട് ഒരുപാട് ദൂരങ്ങളിൽ പോയിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഒരു സ്പീഡ് ബോട്ടിൽ, മറിയാൻ സാധ്യതയുള്ളൊരു ബോട്ടിൽ പെരിയാർ കൂലം കുത്തി ഒഴുകുന്ന സമയത്ത് ഞാൻ ദൂരെ ഒരു 6-7 കിലോമീറ്റർ ഉള്ളിലുള്ളൊരു കുടുംബത്തെ അന്വേഷിച്ച് പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ ആളുകളെല്ലാം തന്നെ ഈ പ്രക്ഷേപണം മാത്രമല്ല നമ്മുടെ പണി,
ആൾക്കാരെ സഹായിക്കുക, നമ്മളെ കൊണ്ട് കഴിയുന്നത്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ രേഖ, എന്നെ പരിചയമുള്ള മലയാളികളോട് ഞാൻ പറയുന്നു, അവരെപ്പോഴും പറയുന്നത് അവർ കാശ് അയച്ചാലും പ്രവാസികൾ പ്രത്യേകിച്ച് പറയും കൃത്യമായിട്ട് ഈ അർഹതപ്പെട്ട കരങ്ങളിൽ എത്തുന്നില്ല. പേരോട് നമ്മൾ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ തരൂ, ഞാൻ ഈ ആവശ്യമുള്ളവർക്ക് ഇത് കൊടുക്കാം. അങ്ങനെ ഞാൻ വാങ്ങിച്ച് ഒരു കായംകുളം കൊച്ചുണ്ണിയുടെ റോളാണ് ഞാൻ ചെയ്യുന്നത്. കൊച്ചുണ്ണി പറയുന്ന പോലെ ഇങ്ങനെ കൈ വാങ്ങുന്നു, ഞാൻ സുരക്ഷിതമായിട്ട് അവിടെ എത്തിക്കുന്നു. അപ്പോൾ ഇത് എൻ്റെ ഗ്യാരണ്ടി, മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്ന കാലമല്ലേ. അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ ഗ്യാരണ്ടിയാണ്, നമ്മൾ ഇത് ചെയ്യത്തില്ല. അതും യഥാർത്ഥത്തിൽ ഈ ചാനൽ പോപ്പുലറൈസ് ചെയ്യപ്പെടാൻ കാരണമായെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ജനങ്ങൾക്ക് ഇവരെ ആവശ്യമുണ്ട് ഈ സ്ഥാപനത്തിന്. അതല്ല രേഖ, നമ്മളുടെ ഒരു വലിയൊരു സംഘം ആളുകൾ, ഇപ്പോൾ എൻ്റെ മുഖമാണ് ചിലപ്പോഴൊക്കെ അതിനകത്ത് പുറത്തു വരുന്നെങ്കിൽ പോലും. മുഖമുണ്ടോ? ഞാൻ എപ്പോൾ കൊച്ചിയിൽ നിന്ന് ഇറങ്ങിയാലും ആദ്യം കാണും താങ്കളുടെ മുഖം കഴിഞ്ഞിട്ട് തൃശ്ശൂർക്ക് ഭയങ്കര പൈസ ചിലവായിനൊക്കെ ഞാൻ കാണുന്നുണ്ട്. എത്ര വലിയൊരു മുഖം, അത് അങ്ങനെ ആ ഒരു ഫേസ് ഓഫ് 24/7. അതല്ല രേഖ, പണ്ടത്തെ കാലമല്ല കേട്ടോ രേഖ. പണ്ടൊക്കെ നമുക്ക് നമ്മൾ തമ്മിലൊക്കെ ചെയ്യും, ഏഷ്യാനിലേ ഉള്ളല്ലോ വ്യൂവർഷിപ്പ്. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പം TV കണ്ടുണ്ട് ആയിക്കോട്ടെ ചേട്ടാ. ഇപ്പം അങ്ങനെയല്ല, തിരിഞ്ഞ് എവിടെയാ വീട് എല്ലാം കാര്യം. ഒരു പ്രേക്ഷകനെ പോലും നഷ്ടപ്പെടുത്താൻ പറ്റുന്ന അവസ്ഥയല്ലേ ഇപ്പം. പ്രേക്ഷകരെ ഡിവൈഡ് ചെയ്തെടുത്തിരിക്കുക. ചില ചാനലിൽ 482 ഉണ്ട്, നമുക്ക് 490 ഉണ്ട്. അങ്ങനെയാണല്ലോ നിൽക്കുന്നത്. ഈ താങ്കൾ എടുത്തേക്കണ ഇവിടുത്തെ ന്യൂസ് ആങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ന്യൂസ് വായിക്കുന്ന കുട്ടികളായിരിക്കും. അവരെ ഇപ്പോൾ താങ്കളുടെ ഈ ഒരു പുതിയ ഇതിലേക്ക് മാറ്റുമ്പോൾ അവർക്ക് അത് ബുദ്ധിമുട്ടായിരുന്നു. അത് ആദ്യമൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്താ പറയുക, അവർ പ്രത്യേകിച്ച് അവർ എന്ന് വെച്ചാൽ ഈ മുണ്ട കൊടുത്തിറങ്ങുക, അങ്ങനെയൊക്കെ ചില പ്രശ്നം. പിന്നെ നമ്മൾ ഈ വളിപ്പൊക്കെ അടിക്കുന്നുണ്ട്. ഈ വളിപ്പിൻ്റെ ഒരു കുഴപ്പം രേഖയ്ക്ക് അറിയാമോ? ഈ തമാശ നമ്മൾ പറയും, ഈ തമാശ എറിച്ചില്ലെങ്കിൽ നാറും, നാറ്റ കേസായി മാറും. അതേസമയം സീരിയസ് കാര്യം പറയും, ഇത്തിരി എറിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നേ പറയും. മറ്റേ TV നോക്കാൻ പറ്റത്തില്ല എന്ന് പറയും. അതുകൊണ്ട് നമ്മൾ ഈ ഫലിതം പറയുന്നത് വളരെ സൂക്ഷിക്കണം, പ്രത്യേകിച്ച് ടെലിവിഷനിൽ. ഒരു എല്ലാം കേട്ട് കാണുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഇത് പറഞ്ഞാൽ ശരിയാവൂ. പക്ഷേ ഇപ്പോൾ അവർ ഭയങ്കര കോൺഫിഡൻറ്റാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ പ്രാദേശിക ലെവലിൽ ഇപ്പോൾ രാജീവ് സർദേശായി അടുത്ത കാലത്ത് കേരളത്തിൽ വന്നപ്പോഴേ അയാൾ വളരെ ഇംപ്രസ്ഡ് ആയ ഒരു ചാനലാണ് 24. അയാൾ ഇതിൻ്റെ ചില ആൾക്കാർ അയാൾ റിപ്പോർട്ടൊക്കെ, അയാൾ ഒരു വാർത്താ പ്രക്ഷേപകനാണല്ലോ, കളക്ട് ചെയ്തിട്ട് അയാൾ പറഞ്ഞു ഇത്രയും സ്പീഡിൽ ഒരു ചാനൽ വളർന്നിട്ടില്ല, ഇതൊരു കേസ് ഹിസ്റ്ററി ആണെന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ എന്തുകൊണ്ടാണ്, മാത്രമല്ല ജനങ്ങൾക്കെന്ന് പറഞ്ഞാൽ വാർത്ത അറിയാൻ എന്തെല്ലാം സ്രോതസ്സുണ്ട്. ഇഷ്ടം പോലെ പത്രം, മനോരമയും മാതൃഭൂമി, ദേശാഭിമാനിയും ഒക്കെ കിടന്ന് അടിക്കുമല്ലേ. അതിനിടയിലാണ് ഒരു TV ചാനൽ ഇത്രയും. അപ്പോൾ മനോരമ ന്യൂസും ഏഷ്യൻ ന്യൂസും ഒക്കെ മാതൃഭൂമി ന്യൂസും ഒക്കെ കിടക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ വരുന്നത്. നമ്മളൊരു പുതിയ എൻട്രി ആണല്ലോ. പക്ഷേ പുതിയ എൻട്രി ആയാലും നമ്മളൊന്നും പുതിയ ആൾക്കാരല്ല. കാരണം അവരിപ്പം ഏഷ്യാനെറ്റിൽ കണ്ടാലും 24 കണ്ടാലും അവർ സംബന്ധിച്ച് ശ്രീകണ്ഠൻ നായർ തന്നെയാണ്. അപ്പോൾ പിന്നെ SK എന്ന് പേര് ഇരിക്കാൻ കുറച്ചുകൂടി സൗകര്യമായി. അല്ലെങ്കിൽ എന്താ പറയുക, ഈ കണ്ടന്റ് എന്നൊക്കെ വിളിക്കാൻ വലിയ പാടല്ലേ. തിരിച്ച് പ്രായമുള്ളവരുമായിട്ടാണല്ലോ മുറ്റം. പിന്നെ എനിക്ക് വലിയൊരു ഫോഴ്സ് ആരാന്നറിയില്ലേ, വെളിയിൽ പറയരുത്. ചില പുരുഷന്മാർ എന്നോട് അടി വെക്കുന്നുണ്ട്, ഈ അമ്മമാർ അവരമ്മയുടെ കൂടെ. അമ്മമാരെന്ന് ഒരു രക്ഷയല്ല. അവരാണ് കേട്ടോ. അവർ രാവിലെ അങ്ങ് തുറന്നു വിട്ടാലേ പല ഭർത്താക്കന്മാരും പറഞ്ഞാൽ ചായ ഇട്ട് തരുന്നതെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ നിങ്ങൾ വിഷമിക്കേണ്ട, നമ്മൾ ലോറിക്ക് അടിച്ച് കൊണ്ടുതരാം, ടാങ്കർ ലോറിയിൽ കൊണ്ട് ചായ അടിച്ച് തരാം, ഡോണ്ട് വറി. കാരണം ആ അമ്മമാർ, മാത്രമല്ല ഈ അമ്മമാർ, ഞാൻ എപ്പോഴും ഉണ്ടല്ലോ രേഖ, ഞാൻ വിശ്വസിക്കുന്നത്, ഞാനൊരിക്കൽ TV പറയുകയും ചെയ്തു. അതായത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്വാധീനിച്ച കഥാപാത്രം അമ്മയായിരുന്നു. ഞാൻ യഥാർത്ഥത്തിൽ ഈ ടെലിവിഷനിൽ വരുന്ന സമയത്ത് തന്നെയാണ് അമ്മ മരിച്ചുപോയി. അമ്മ മരിക്കുമ്പോൾ ഞാൻ മനോരമയിലായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിലൊക്കെ വളരെ കുറച്ച് ദിവസങ്ങളെ ചെല്ലാം. അപ്പോൾ അമ്മ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമ്മ ടെലിവിഷൻ നിൽക്കുന്നത് എന്നോട് സംസാരിക്കും. അമ്മയ്ക്ക് എൻ്റെ മറുപടിയൊന്നും ആവശ്യമില്ല. അമ്മയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് പറയും. അമ്മയ്ക്ക് അത്ര വിദ്യാഭ്യാസമൊന്നും ഇല്ലായിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് പറയണം, അമ്മ അതെല്ലാം പറഞ്ഞു കൊടുക്കും. അപ്പോൾ സ്ക്രീനിൽ എനിക്കൊന്ന് അമ്മ മ്യൂട്ട് ചെയ്തിരുന്നു എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. അമ്മ എല്ലാം അങ്ങ് പറയും. അപ്പോൾ ഞാൻ ഈ ടെലിവിഷനിൽ നിന്ന് ഏഷ്യാനെറ്റ് വിട്ട് മനോരമയിൽ കയറുന്നതിനിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഒരു വർഷം. അപ്പയുടെ വിഷമം എന്ന് വെച്ചാൽ ഞാനിനി ആരോട് പറയും, അമ്മയുടെ പ്രശ്നങ്ങൾ ആരോട് പറയും, അമ്മയ്ക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അമ്മയാണ് എൻ്റെ മനസ്സിലൊരു ബിംബം എന്ന് പറയുന്നത്. അപ്പോൾ അമ്മ എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ കരുത്ത് ചോർന്നു പോവുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ അമ്മയെ മനസ്സിൽ കൊണ്ടുപോകും. ഞാൻ അത്ര വിശ്വാസിയൊന്നുമല്ല, രേഖയോട് തുറന്നു പറഞ്ഞു. ഞാനൊരിക്കൽ മഴവിൽ മനോരമയുടെ ഒരു ഫ്ലോറിൽ ഒരു സമദൂരം എന്നൊരു ടോക്ക് ഷോ അവതരിപ്പിക്കാൻ നിൽക്കുന്ന സമയത്ത്, ഫസ്റ്റ് ടോക്ക് ഷോ നിൽക്കുമ്പോൾ എനിക്കെന്തോ എന്ന് അമ്മയെ കൊണ്ടൊന്ന് ഇലക്ട്രിഫൈഡ് ആയല്ലോ തോന്നി. പെട്ടെന്ന് അമ്മ എന്നെ ആവാഹിച്ചോളൊരു ഫീല്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ അമ്മ മരിച്ചു, അതിനുശേഷം ഞാൻ തുടങ്ങുന്ന സംവാദവേദിയാണിത്. പക്ഷേ എന്നെ കാത്തിരിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ടാകുന്ന തിരിച്ചറിവിൽ നിന്നാണ് ഞാൻ ഈ പ്രോഗ്രാം ആരംഭിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ യൂട്യൂബിൽ ഒരാൾ മനോരമയിൽ കത്തയച്ചു, സ്വന്തം തള്ള വിറ്റ് കാശാക്കരുത് തെണ്ടി എന്ന് കൃത്യമായിട്ട് എഴുതി അയച്ചു അവൻ. അപ്പം ഞാൻ പറഞ്ഞു, മലയാളികൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മലയാളികളുണ്ട്. അതേസമയം ഞാൻ ഈ അമ്മമാരിൽ ഇപ്പോൾ ഒരു അമ്മയെ കാണുമ്പോൾ ഈ അമ്മയിൽ തന്നെ ഞാൻ കുറേ നേരം നിന്നുപോയത് അങ്ങനെയാണ്. പെട്ടെന്ന് ആ അമ്മയിൽ ഞാൻ എന്നെ കണ്ടു. മറ്റുള്ള ന്യൂസ് ആങ്കേഴ്സ് ഉണ്ടല്ലോ, മറ്റുള്ള ചാനൽ, ആരെങ്കിലും ന്യൂസ് എപ്പോഴും കാണുന്നുണ്ടോ? ഞാൻ കാണാറുണ്ട്. ആരുടെ എപ്പോഴും ഞാൻ കാണാറുണ്ടെന്ന് മാത്രമല്ല, ഞാൻ അവരുടെ ചിലപ്പോൾ ഒരുപക്ഷെ അവർ അത്ഭുതപ്പെട്ടു പോകും. അവരുടെ മാനറിസം പോലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, അത് വേണമായിരുന്നു.
ഇപ്പം നമ്മൾ ചില ആൾക്കാർ ഇങ്ങനെ കണ്ണൊക്കെ രേഖ ഈ വാർത്ത വായിക്കുന്നതിൽ 585 പേർ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഇങ്ങനെ എന്തിനാണ് പുരികം ഉയർത്തുന്നത്? ഉയർത്താൻ വേണ്ടി ഒരു പുരികം വേണം നമുക്ക് വാർത്തയ്ക്കനുസൃതമായി എന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷേ ഞാൻ വഴി വെച്ചിട്ട് ഒരു ദിവസം ഒരു വാർത്താ വായനക്കാരോട് ഇത് പറഞ്ഞു. അത് വലിയ പുലിവാലായി. പിന്നെ തലയിലായി. അത് പറയില്ല, ഇനി നമ്മൾ പറയില്ല. നമ്മൾ എൻ്റെ രേഖ എനിക്ക് ഭയങ്കരമായിട്ട് കലി വരും. പക്ഷെ എന്തോന്ന് അറിയില്ല രേഖ, ഇപ്പൊ പ്രായമായതുകൊണ്ടായിരിക്കും. ഇപ്പൊ എൻ്റെ പ്രായം പറയരുത്. അയ്യോ ഞാൻ പറയും. ഞാൻ മോർണിംഗ് ഷോ അതും ആൾക്കാർക്ക് ഇഷ്ടമായി. 60s ഞാൻ പറയും. 1959 ആണ് കുട്ടി എൻ്റെ പിറവി. ഇത് ബാക്കിയെല്ലാം പെയിന്റ് അല്ലേ, ആൾക്കാർക്ക് അറിഞ്ഞൂടെ. 59 ജനനം, ഇങ്ങോട്ടുള്ള അത് 64-65 വയസ്സിലാണ് എത്തി നിൽക്കുന്നത്. എത്ര ഓണം ഒന്നിച്ചുണ്ടത് ആലോചിച്ച് നോക്ക്. രേഖയ്ക്ക് ഇനി എത്ര ഓണം ബാക്കി കിടപ്പുണ്ട്, നമ്മളെല്ലാം ഉണ്ട് തീർന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചോളം എപ്പോഴും നമുക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ മറ്റേ ചേട്ടൻ വരും. ആ ചേട്ടൻ അവിടെ നിന്ന് യാത്ര തുടങ്ങിക്കഴിഞ്ഞു. പോത്തോ പശു എന്തെങ്കിലും കൈ കാണും. അതുകൊണ്ട് അദ്ദേഹത്തെ കണ്ട് ഞാൻ പറയുന്നത്, ഈ ഇടയ്ക്ക് രേഖ നമ്മുടെ ഓഫീസിൽ നിന്ന് ഈ ആൾക്കാരെ ഈ പുതിയ ചാനലുകളൊക്കെ വരുമ്പോൾ 24 ആൾക്കാരെ അടിച്ചുകൊണ്ട് പോകുന്നു. കാര്യം ഇവിടെ അത്യാവശ്യം പണിയറിയാവുന്ന ആൾക്കാരാണല്ലോ, ഫ്ലവേഴ്സിൽ നിന്ന് അടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ നമ്മൾ പാടുപെട്ടവർ ഒരുപാട് ട്രെയിൻ ചെയ്തൊക്കെ വെച്ചേക്കുമായിരിക്കും. അടിച്ചുകൊണ്ട് പോകും. ആകെ ഒരു 500 രൂപ എടുത്ത് കൈ കൊടുക്കും പോക്കറ്റിൽ. ഇവരിതും കൊണ്ട് പോയി. അപ്പോൾ അതിൽ ഒരാൾ എത്ര പറഞ്ഞിട്ടും അയാൾ പറഞ്ഞു, ഇല്ല ഞാൻ അങ്ങേരെ വിട്ടു വരത്തില്ല, അങ്ങേരെ ഒരു കൊള്ളാവുന്നവനാണ് എൻ്റെ തോന്നൽ. പുള്ളി മണ്ടതരം പുള്ളിയുടെ മനസ്സിലുണ്ട്. അപ്പോൾ മറ്റേ ആൾ പറഞ്ഞു കൊടുക്കുക, പുള്ളിക്ക് ഇനി ഒരു 6-7 വർഷം കൂടെ കാണും കഷ്ടിച്ച്. അപ്പോൾ ഇത് കേട്ടാൽ തോന്നുന്നു മറ്റൊരു എഴുതി വെച്ചിരിക്കുകയല്ല എൻ്റെ ജാതകം. അപ്പോൾ ഞാൻ ഒരിക്കൽ ഒരു കാര്യം രേഖയെ ഓർമ്മിപ്പിക്കാം. അതായത് VP ശിവകുമാർ എന്നൊരു കഥാകൃത്തുണ്ട് മലയാളത്തിൽ, ഉണ്ടായിരുന്നു, മരിച്ചുപോയി അദ്ദേഹം. ഇങ്ങനെ പ്രൊഫസറായിരുന്നു, യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്നു. അപ്പം നമ്മുടെ ഗീത ഹിരണ്യൻ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരിയുണ്ട്. ഗീത മരിച്ചുപോയി, ലളിതാമേന്ദ്രജത്തിൻ്റെ ഗോത്രത്തിലെയാണ് ഗീത. അപ്പോൾ ഗീത ക്യാൻസർ ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. അപ്പോൾ ഞാനും ഗീതയുടെ ഹസ്ബൻഡ് ഹിരണ്യനും കൂടെ ഒരു രാത്രി അവിടെ ചെല്ലുമ്പോൾ VP ശിവകുമാർ അവരോട് പറയുന്നത്, മകളെ ഒന്നുകൊണ്ട് VPSൻ്റെ സ്റ്റുഡൻ്റാണ് ഗീത, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, മോളുടെ സാഹിത്യമൊക്കെ നാട്ടുകാർക്ക് ആവശ്യമാണ്, ഒരുപാട് കാലം നീ ജീവിക്കും, നിനക്കൊന്നും സംഭവിക്കത്തില്ല. അവരിടയ്ക്ക് കരയുന്നുണ്ട്. ഹിരണ്യന് രാമായണം വായിച്ചു കൊടുക്കുന്നുണ്ട്. ഹിരണ്യ മനസ്സുകൊണ്ടൊരു സഖാവാണ്, എന്നാലും പുള്ളി രാമായണമൊക്കെ വായിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിൽക്കാലത്ത് ഞാൻ കേട്ടെന്ന് പറയുമോ, ഈ പറഞ്ഞ ശിവകുമാർ സാറ് മരിച്ചു. അത് കഴിഞ്ഞ് ഗീത 2 കൊല്ലം കൂടെ കഴിഞ്ഞാൽ മരിച്ചത്. അപ്പോൾ ഈ മരണം എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ പൂത്തക്കോടുണ്ടല്ലോ, നമ്മുടെ ഈ കേട്ട കഴിച്ചി, ഇയാൾ അക്ഷരാർത്ഥത്തിൽ വിശ്വസിച്ച് രാജിവെച്ചിട്ട് പോയി. അയാൾ ഒരാളെ നീ നിങ്ങളുടെ രാജിവെച്ച അവിടുന്ന് എന്ന് ചോദിച്ചപ്പോഴേ പറഞ്ഞു, അല്ല പുള്ളിക്ക് ഇനി കഷ്ടിച്ച് ഒരു 6-7 വർഷം. നിന്നോട് ആര് പറഞ്ഞു? അതാ മറ്റേ ചാനലിലെ ആൾ വിളിച്ചു പറഞ്ഞു, ഒരു 6-7 കൊല്ലം കൂടെയൊക്കെ ഉള്ളൂ, ഇനി മിക്കവാറും. എത്ര കാലമായി? അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷമായി. ഇപ്പം 5 വർഷം ഓടണം പുള്ളി പറഞ്ഞ തിയറി അനുസരിച്ച്. ഇത് വല്ലാത്ത അവസ്ഥയിലേക്കാ. അല്ല, എൻ്റെ ബലമായ സംശയം എന്താ പറയുക രേഖ, ഈ ഇടയ്ക്ക് ഞാൻ സാധാരണ ഇത് ഞാനിങ്ങനെ ഒരാൾ നമ്മളെ കൊലപ്പെടുത്തി കളയും അങ്ങനെ പേടിക്കാത്ത കൂടുതൽ. അപ്പോൾ ഈ ഇടയ്ക്ക് പക്ഷേ ഞാനൊരു ഫ്ലവേഴ്സ് ഒരു കൂടി ഷൂട്ട് ചെയ്യണമെന്ന് ഈ കൽക്കണ്ടം കഴിച്ചിട്ട് ഭയങ്കര ചുമ, ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ചുമ ഞാൻ സംശയിച്ചു ആരെങ്കിലും എന്തെങ്കിലും ഇത് കലർത്തിയിട്ടുണ്ടോ. കാര്യം ആ രീതിയിൽ ഒരു മത്സരത്തിൻ്റെ രീതി മാറിയിട്ടുണ്ട്. അത്രയും പേടിക്കണം. എന്താ നമ്മുടെ നാട് അങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. നമ്മളെന്ന് പരസ്പരം ഒരു ബഹുമാനിക്കാനും ഒക്കെ പഠിച്ചു. മാത്രമല്ല ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടല്ലോ. ഇത് അവരുടെ ഇതിനെ നമ്മളങ്ങിരിക്കും, നമ്മൾ തന്നെ അങ്ങിരിക്കും. മാത്രമല്ല ഞാൻ അത് കാര്യത്തിലൊക്കെ ഞാൻ പരാജയപ്പെട്ടു പോയി. ഞാൻ വിചാരിച്ചു നമ്മൾ ഈ ഉള്ളടക്കത്തിൽ മാത്രം മത്സരിച്ചിട്ട് ഈ ചാനലുകാർ തമ്മിലൊക്കെ ഒരു സൗഹൃദം ഉണ്ടാവാം. എൻ്റെ ഒരു നല്ല ഐഡിയ ആയിരുന്നു. നടന്നൊന്നുമില്ല. ഞാൻ മഴയത്ത് പോലും കയറി നിൽക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് വേറൊരു ചാനലിൻ്റെ വരാന്ത കണ്ടാൽ നമുക്ക് കയറി നിൽക്കാൻ പറ്റത്തില്ല. കയറി ഇന്ന് അവർ പറയും ഇവ എന്തോ ചോർത്താൻ വന്നത്. ആ രീതിയിൽ മത്സരം വ്യക്തിപരമായി. ഇനി ഇന്നും ഒരുപാട് ആൾക്കാരുടെ മുമ്പിലേക്ക് നമ്മൾ കാണണം താങ്കളെ. അതെനിക്ക് സന്തോഷം. ഇനിയും കുറെ വർത്തമാനം പറയേണ്ട എനിക്കറിയാം താങ്കൾക്ക്. രേഖ വളരെ സന്തോഷം. രേഖയുടെ FTQയും രേഖയുടെ യൂട്യൂബ് ഒക്കെ സൂപ്പറായിട്ട് വരും. 24 ഒരിക്കലും ഞാൻ മറക്കില്ല. കാരണം ഫ്ലവേഴ്സിന്റെ ആദ്യത്തെ ഇനോഗ്രേഷന് ഞാനാണ് കമലഹാസൻ സാറിന്റെ ഇന്റർവ്യൂ. അല്ല, രേഖ കുറച്ച് ഇന്റർവ്യൂ ചെയ്തല്ലോ, സൂപ്പറായിരുന്നു. അതിനി നമുക്ക് ചെയ്യാമല്ലോ. സാറിനെ വിളിച്ചാൽ മതി, ഞാൻ റെഡി. ഓക്കെ രേഖ, താങ്ക് യു. അപ്പോൾ കാണാം.